വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വെണ്ടയ്ക്ക കൊണ്ടുള്ളൊരു മെഴുക്കുവരട്ടിയൊന്നല്ല കേട്ടോ. അതായത് വീട്ടിൽ തന്നെ എളുപ്പത്തിന് ഇപ്പം എല്ലാം പോലെ വീട്ടിൽ തന്നെ എളുപ്പത്തിന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഹോം മെയ്ഡ് ആയിട്ടുള്ളൊരു ഫേസ് മാസ്ക്കാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്കയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കാം. കേടായിട്ടുള്ള വെണ്ടയ്ക്ക കേട്ടോ, മാറ്റിക്കളയാം. ഇത് സ്കിൻ വൈറ്റനിങ്ങിനും പിന്നെ അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ്, പിമ്പിൾസ് ഇതെല്ലാം മാറാൻ വേണ്ടിയുള്ള ഒരു മാസ്കാണ് കേട്ടോ. ഡെയിലി യൂസിങ് അല്ല ഗൈസ്. വെണ്ടയ്ക്ക മൊത്തം കേടാണ്, കണ്ടില്ലേ? മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വെണ്ടയ്ക്ക കിട്ടുമാവും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയെല്ലാം ഫ്ലോപ്പ്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയെല്ലാം വെക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്ന് വെണ്ടയ്ക്ക എടുത്ത് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല ഗൈസ്. ഇതൊരു വൈറ്റനിങ് ആയിട്ടുള്ളൊരു മാസ്ക് തയ്യാറാക്കാനാണ്, ഫേസ് മാസ്ക് തയ്യാറാക്കാനാണ്. രണ്ട് മൂന്ന് വെണ്ടയ്ക്ക മൊത്തം അകത്ത് കേടാണ് കേട്ടോ. കണ്ടോ, നല്ല രീതിയിൽ കേടുള്ള മാറ്റിയിട്ടുണ്ട്. സ്കിൻ വൈറ്റനിങ് ആയിട്ട് സഹായിക്കുന്ന ഒരു വീട്ടിൽ തന്നെ എളുപ്പത്തിന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ. കുറച്ച് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് വെണ്ടയ്ക്ക മൊത്തം കേടാണ് ഗൈസ്. കണ്ടില്ലേ? ഇത്രയും വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫേസ് മാസ്കാണ്. വീട്ടിൽ തന്നെ എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്കാണ്. 2 ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അതായത് ഒരു മാസ്ക് രൂപത്തിൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്ത് ആഡ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ തൈരാണ് കേട്ടോ. കുറച്ച് തൈര് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, വെണ്ടയ്ക്ക എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തൈര് വെച്ച് കൊടുക്കാം കേട്ടോ. ഫ്രീസറിൽ വെച്ചിരുന്നോണ്ട് നല്ല കട്ടിയായിരിക്കും. ഇപ്പം നിങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ ഒരു പരുവത്തിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല തണുത്ത് കട്ടയായിട്ട്. കണ്ടില്ലേ? കൈവച്ചൊന്നും നമുക്കാക്കാം, പ്രശ്നമൊന്നുമില്ല, തൈരല്ലേ. വെണ്ടയ്ക്ക നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത്. ഇതൊരു അടിപൊളി ഫേസ് മാസ്കാണ്. എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ടാണ് നെഗറ്റീവ് കമൻസ് ഒക്കെ ഇടാൻ കേട്ടോ. അതായത് നമുക്കൊരു റിസൾട്ട് പോസിറ്റീവോ നെഗറ്റീവോ എന്ന് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഒരു ബാഡ് കമൻസ് ഒക്കെ ഇടാനുള്ളത്. അപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മിക്സിയിൽ അടിച്ചതിന് ശേഷം പേസ്റ്റ് ആക്കിയതിന് ശേഷം കാണിച്ചു തരാം. കണ്ടല്ലോ, അടിപൊളി ഫേസ് മാസ്ക് തയ്യാറാക്കിയെടുക്കാം നമുക്ക് വീട്ടിൽ തന്നെ. ഓ ഗൈസ്, അങ്ങനെ അടിപൊളി
ഫേസ് മാസ്ക് ഒക്കെ ദാണ്ട് മിക്സിയിൽ അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതിലോട്ട് കുറച്ച് നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇത് 2 ആഴ്ചയിൽ ഒരിക്കൽ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. നമുക്കിങ്ങനെ ഫേസിൽ നല്ല തണുപ്പ് കേട്ടോ. അതായത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തൈരൂടെ ആയതുകൊണ്ട് നല്ല രീതിയിൽ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാസ്ക് ആക്കി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാൻ കുറച്ച് കൂടുതൽ എടുത്താണ് കേട്ടോ. മീനും നമുക്ക് ഇവിടെ കൊടുക്കാം. കണക്കിന് നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ പറ്റിയ ഒരു ഫേസ് മാസ്കാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ ആദ്യമായിട്ട് അതായത് ഒരു 3-4 നമ്മുടെ ആവശ്യാനുസരണം 3-4 വെണ്ടയ്ക്ക, നല്ല പിഞ്ച് വെണ്ടയ്ക്ക എടുക്കണം കേട്ടോ ഗൈസ്. എൻ്റെ അഭിപ്രായത്തിൽ 3-4 എടുക്കണമെങ്കിൽ കൂടുതൽ എടുക്കണതാണ് നല്ലത്. കാരണം നമ്മൾ വാങ്ങിക്കുന്നതിൽ ഒരു 5 ഒരു 10 മേടിക്കണമെങ്കിൽ വലിയ ഒരു 5 കേടൊക്കെ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മേടിക്കും. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് തൈരൂടെ 1 സ്പൂണോ 1.5 സ്പൂണോ തൈരൂടെ ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക. കണ്ടില്ലേ? മുഖത്ത് മാസ്ക് ആക്കി ഇടുക. എന്നിട്ട് ഇത് ഉണങ്ങി ഒരു 20 മിനിറ്റിന് ശേഷം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരു വൈറ്റ് തുണി വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ളൊരു പാക്കല്ല കേട്ടോ. അതായത് പാക്കല്ല, ഒരു മാസ്ക് അല്ല കേട്ടോ. ഇത് 2 ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ 1 മാസത്തിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി. ഏകദേശം 1 മാസത്തിൽ 4 ആഴ്ച കാണുമല്ലോ. ഞാൻ തോർത്ത് വെച്ചിട്ടാണ് കേട്ടോ. അതായത് വൈറ്റ് കളർ തോർത്ത് വെച്ചിട്ട് മുഖത്തൊന്ന് പ്രസ് ചെയ്ത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഇതാണല്ലേ, കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിത് വീട്ടിൽ അതായത് ലേഡി ഫിംഗർ ഫേസ് മാസ്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 2 ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതായത് ഡെയിലി യൂസിന് പറ്റിയതല്ല, 2 ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 1 മാസം 2 പ്രാവശ്യമൊക്കെ നമുക്ക് ഇതുപോലെ ഫേസ് മാസ്ക് വീട്ടിൽ തന്നെ ലേഡി ഫിംഗർ ഫേസ് മാസ്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്.
അപ്പോൾ വീട്ടിൽ തന്നെ എളുപ്പത്തിന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്ക് ആണ് ലേഡി ഫിംഗർ ഫേസ് മാസ്ക് ആണ്. ഒരു കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, എല്ലാം നാച്ചുറലായിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണത്. നമ്മൾ എത്ര തുണി വെച്ച് തുടച്ചാലും നമ്മൾ വാഷ് ചെയ്ത് കളയുമ്പോൾ വൃത്തിയാകില്ല ഗൈസ്. അപ്പോൾ ഇനി വാഷ് ചെയ്യണം, ഫേസ് വാഷ് ചെയ്യണം, കുറച്ച് വാഷ് ചെയ്യാൻ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.